പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചിലർ മനസ്സിൽ ഓർക്കുന്നുണ്ട്, പല്ലീനെ കണ്ടിട്ടാണ് അപ്പോൾ അവൾ കരഞ്ഞത്, ഉള്ള പ്രതീക്ഷയും പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പോവാണ്. എന്നിട്ട് അബീനെ മണ്ടാന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ അമ്മയെന്ന് അറിയാല്ല, ഞാൻ നിന്റെ പേര് വിളിച്ചത് എൻ്റെ വായിൽ പലതും വരുന്നുണ്ട്, പക്ഷെ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. അപ്പോൾ അബീനോടാണെങ്കിൽ ആ പല്ലീനെ അവിടെ നിന്ന് എടുത്ത് മാറ്റാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അബി അങ്ങ് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇതേ ഞാൻ മുത്തശ്ശനോട് പറയുകയെന്ന് പറയും, ഇതിപ്പോൾ വലിയ ശല്യമായല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അബി അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം വന്നിട്ട് പറയാം, ഇതിപ്പോൾ ഇങ്ങനെ ബാത്റൂമിൽ ഇപ്പോൾ ഒരു പല്ലീനെ കണ്ടിട്ടാണ് ഇങ്ങനെ ഒച്ച വെച്ചത്, അപ്പോൾ ഒരു ഇങ്ങനെ മുറുക്കും പാമ്പിനെ എന്തിനേലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയുമ്പോൾ, അതിനെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ബോധം കെട്ട് വീണേനെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ ഈ വൈകാതെ ഈ റൂമിൽ ഒരു പാമ്പിനെ കൊണ്ടുവരേണ്ട അവസ്ഥയാണെന്നൊക്കെ അഭി മനസ്സിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ജലജയുടെ അടുത്തേക്കാണ് പോവാണ് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും എന്ത് പറ്റി, എന്നാലും ഇപ്പോൾ മരുന്ന് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ രാത്രി ഡിന്നറിൻ്റെ സമയത്ത് അവൾക്ക് ഒരു മനം പുരട്ടലൊക്കെ വന്നപ്പോൾ ചെറിയൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അതും പോയല്ലോ എന്നൊക്കെ പറയണം. അപ്പോൾ ആ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നടക്കേണ്ടത് നടക്കും തന്നെയാണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ ജലജയും പറയുന്നുണ്ട്. അവളുടെ വയറ്റിൽ എന്ത് കുഞ്ഞാണ് എന്തോ എന്നൊക്കെ അങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അമ്മ ആ ഡോക്ടറെ വിളിച്ചിട്ട് രണ്ട് വർത്താനെങ്കിലും പറയുമെന്ന് പറയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അവരെ വിളിച്ച് വഴക്കുണ്ടാക്കാനൊന്നും ആവില്ല, ഇനിയിപ്പോൾ അതെങ്ങനെ ഇവിടെ വീട്ടിലെല്ലാവരും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നവും, മുത്തശ്ശൻ അറിഞ്ഞാൽ അങ്ങനെ നമ്മളെവിടുന്ന് പുറത്താക്കും എന്നൊക്കെ പറയണം. എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാറിഞ്ഞിട്ട് പിന്നീട് ജലജ അവിടുന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അദൃശ്യം നല്ല ഉറക്കമായിരിക്കും. അപ്പം നയന റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പം നല്ല ഉറക്കമാണ്, പാവം എന്നൊക്കെ പറയണ്ട. അപ്പം അത്ര പാവം എന്നല്ല പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ബെഡിലുണ്ടായിരുന്ന ഫോൺ എടുത്തിട്ട് സെൽഫി എടുക്കാന്ന് പറഞ്ഞ് സെൽഫിയൊക്കെ എടുക്കാൻ കേട്ടോ. പിന്നീട് ആ ഫോൺ അങ്ങ് വെക്കാനായിട്ട് പോകുന്ന സമയത്ത് നയന ആദർശിൻ്റെ മേലെ കൂടെ അങ്ങ് വീഴാണ്ട്. അപ്പോൾ ആദർശ് പെട്ടെന്ന് തന്നെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അപ്പോഴേക്കും ഉണരുകയാണല്ലോ. അപ്പോൾ സോറി, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്ന് പറയട്ടെ. അപ്പം എനിക്കറിയാമല്ല, ഇന്നലെ രാത്രിയാണെങ്കിലും അങ്ങനെ എന്താ ചെയ്തതെന്നൊക്കെ അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനെ അങ്ങ് കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കതൊന്നും അറിയില്ല എന്ന് പറയും ആദർശ്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെ രാത്രി ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഇത് മുത്തശ്ശിനോടൊക്കെ പറയണം. ഇന്നലെ രാത്രി ഉമ്മ വെച്ചു, ഇതിപ്പോൾ രാവിലെ ആയപ്പോൾ കെട്ടിപ്പിടിച്ചു. അപ്പോൾ എന്തായാലും ഇപ്പോൾ 2 കടായി, എനിക്ക് അത് വീട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് ആദർശിന് ഉമ്മ കൊടുക്കാമെന്ന പോലെ അങ്ങ് ആദർശിനെ പിടിച്ച് വെച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിലും നീ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേണ്ടാന്നുള്ള ഇതിലൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ എഗ്രിമെൻ്റ് വെച്ചിട്ടല്ലേ ഈ റൂമിൽ കഴിയുന്നത്, അപ്പോൾ അതിൻ്റെ മാന്യത തിരിച്ചും കാണിക്കണ്ടേ. ഞാൻ എന്തായാലും ആദർശേട്ടനോട് മോശമായിട്ട് ഇതാക്കാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അത് തിരിച്ചും വേണമെന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് എനിക്കറിയില്ല എന്നുള്ളത്. അപ്പോൾ എന്തായാലും കടം വീട്ടിയല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദർശിനെ പിടിച്ചു വയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജാനകി അതിലൂടെ അങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ ഈ കുട്ടികളെന്താ വാതിലും തുറന്നിട്ട് കാണിക്കുന്നത്, ഇപ്പോൾ പകൽ പോലും ഇതിൽ ധൈര്യത്തോടെ പോകാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ എന്ന് പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. പിന്നീട് നൈന അങ്ങ് പിടിച്ച് വെച്ച് അങ്ങ് ഉമ്മ വയ്ക്കാനായിട്ട് തുടങ്ങിയിട്ട് വേണ്ടാന്ന് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വേണ്ട, ഈ കടം അവിടെ തന്നെ അങ്ങനെ ഇരുന്നോട്ടെ, അതാ നല്ലത്, നല്ലൊരു അവസരം കിട്ടുമ്പോൾ ഞാൻ തന്നെ അത് തിരിച്ചു തന്നോളാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് നൈനയാണെങ്കിലും അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ ആദർശമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ പെൺകുട്ടികളെ അനുവാദമില്ലാതെ ഇങ്ങനെ ഒന്ന് സ്പർശിച്ചിട്ട് പോലും ഇല്ല എന്ന് പറയും. അപ്പോൾ അനുവാദത്തോടെ സ്പർശിച്ചിട്ടുണ്ടല്ലേ എന്ന് പറയും. അപ്പോൾ ആദർശിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കതിനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല, എനിക്കതിന് സമയം കിട്ടിയിട്ടില്ല, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ന് പറയും. അപ്പം നൈനയും പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്, വീട്ടിലെ കഷ്ടപ്പാടിൻ്റെ ഇടയ്ക്ക് പ്രേമിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല, ഒരു കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പ്രേമെന്ന് അതിൻ്റെ അടുത്ത് കൂടെ പോകാത്ത ഒരാളെയാണ് കിട്ടിയതെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് എനിക്ക് സ്നേഹമൊക്കെ ഉണ്ടെന്ന്, ആ സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങ് പൂട്ടി വെച്ച് നടന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. ആദർശേട്ടൻ എന്നോട് ബെഡിൽ കിടക്കാൻ പറഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ഭാര്യയായിട്ട് ഞാൻ ആദർശേട്ടനോട് എനിക്ക് വേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, അപ്പോൾ ഞാൻ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശിനോട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. പിന്നീട് ആദർശാണെങ്കിലും അതൊക്കെ ശരിയാണല്ലോ എന്നുള്ളതിൽ ഒരു പെൺകുട്ടിക്ക് ആവശ്യമുള്ളൊരു കാര്യം അങ്ങനെ ആദർശമായിട്ട് എനിക്ക് ചെയ്തു തന്നിട്ടില്ല, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. പിന്നീട് ജലജ ഡോക്ടറെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഡോക്ടർ തന്ന മരുന്നുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല എന്ന്. അപ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, 2 മണിക്കൂറിനുള്ളിൽ എന്തായാലും ജലജ ആഗ്രഹിച്ച പോലെ എല്ലാം നടന്നിരിക്കുന്നു പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്നില്ല എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ എന്നാൽ അവൾ മരുന്ന് കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയും. അവൾക്ക് ഞാനാണ് ജ്യൂസിൽ മരുന്ന് ചേർത്തത്, എന്നിട്ട് എൻ്റെ മോനാണ് അവളെ കൊണ്ടത് കുടിപ്പിച്ചത് എന്ന് പറയും. അപ്പോൾ എന്നാൽ അവൾ എന്നിട്ടും അങ്ങനെ നടന്നില്ല എന്ന് പറയുന്ന സമയത്ത് എന്നാൽ അവൾ പ്രഗ്നൻ്റ് ആയിരിക്കില്ല എന്ന് ഡോക്ടർ പറയാൻ കേട്ടോ. അപ്പോൾ
ജലജയ്ക്കാണെങ്കിലും അതൊരു ഷോക്ക് ആവുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ വയറൊക്കെ വെച്ചിട്ടുണ്ട്, നല്ലോണം വയറ് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ അവരിങ്ങനെ മാസം മാസം ചെക്കപ്പിന് പോകാറില്ലേ, അപ്പോൾ ഇങ്ങനെ ആ റിസൾട്ട് പരിശോധിക്കണം, എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാമിലി ഡോക്ടറും ഒക്കെ അവർ തമ്മിൽ ഒത്തു കളിക്കുകയാണെങ്കിൽ ഫാമിലി ഡോക്ടർക്ക് അവളോട് എന്തെങ്കിലും അടുപ്പുണ്ടായിരുന്നെങ്കിൽ രണ്ടുപേരും തമ്മിൽ അത് ഇങ്ങനെ മറച്ചു വെക്കുകയായിരിക്കും. ഞാനിപ്പോൾ ജലജ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ടല്ലേ ഞാൻ ചെയ്യാത്തൊരു കാര്യം ഇപ്പോൾ ജലജയ്ക്ക് വേണ്ടി ചെയ്തതെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കുക, എന്നിട്ട് എനിക്ക് ഇവിടെ ഒന്ന് അയച്ചു തരുമെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുമല്ലോ, അത് നോക്കിയാൽ മനസ്സിലാവും എന്ന് പറയാണ്. അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ജലജയ്ക്കാണെങ്കിലും അപ്പോൾ ഭയങ്കര സംശയമാണ് കേട്ടോ. എന്തായാലും ആ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കുക എന്നുള്ളതിൽ പറയാണ്. അപ്പോഴേക്കും അബീനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് ഉള്ളതിൽ തർക്കമൊന്നും വേണ്ട, അവൾക്ക് നന്നായിട്ട് വയറ് വെച്ചിട്ടുണ്ടല്ലോ, ഇനി അവളുടെ വയറ്റിൽ കിടക്കുന്നത് എന്ത് കുഞ്ഞാണോ എന്തോ എന്നൊക്കെ പറയാണ്. അപ്പോൾ അബീൻ പറയുന്നുണ്ടായിരുന്നു അത് ശരിയാണ്, അവളെ വയറ് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണോ എന്തോ എന്നൊക്കെ പറയാണ് കേട്ടോ. ചില സമയത്ത് അവളുടെ നടപ്പ് ഒന്ന് കണ്ടാൽ ഇങ്ങനെ അമ്മയാവാൻ പോകുന്ന സ്ത്രീക്ക് ഉണ്ടാവുന്ന ഒരു ലക്ഷണം അവളിൽ കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ജലജ പറയുന്നുണ്ട് ആ മരുന്ന് കൊടുത്തിരുന്നെങ്കിൽ അവളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് എന്തായാലും പോകുന്നതാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ നീ ഒരു മണ്ടനായതുകൊണ്ടാണ് എനിക്കിപ്പോൾ ആ റിപ്പോർട്ടൊക്കെ നോക്കേണ്ടി വരുന്നത്, എന്തായാലും അവളുടെ റിപ്പോർട്ടൊന്ന് പരിശോധിക്കുക എന്നൊക്കെ പറയുകയും ചെയ്യണം. എന്തായാലും എനിക്ക് അവളുടെ വളകാപ്പ് ചടങ്ങ് നടക്കരുത്, അത്രയേ ഉള്ളൂ എന്നൊക്കെ ജലജ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ദേവയാനിയാണെങ്കിൽ ആദർശിന് ഒരു ഷർട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ വളകാപ്പിന് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഷർട്ട് കൊടുത്തിട്ട് നോക്കുന്നു, നിനക്ക് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അത് നോക്കുമെന്ന് പറയും. അമ്മയ്ക്ക് എൻ്റെ ടേസ്റ്റ് അറിയാലോ, അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും. ആദർശ് എന്നാലും നീ ഒന്ന് നോക്ക്, ഇത് നിനക്ക് വളകാപ്പ് ചടങ്ങിന് ഇടാനുള്ളതാണെന്ന് പറയും കേട്ടോ. അപ്പോഴാണ് നയന കൊടുത്ത ഷർട്ടിൻ്റെ കാര്യം ആദർശിന് ഓർമ്മ വരുന്നത്. അപ്പോൾ അവൾ തന്ന ഷർട്ട് എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നീ ഇത് വേണം നാളെ ഇടാനെന്നൊക്കെ ദേവയാനി പറയുന്ന സമയത്ത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയ്ക്കും അങ്ങനെ അമ്മയ്ക്കും ഇടയിൽ കിടന്ന് നട്ടം തിരിയേണ്ടി വരും എന്നുള്ള ഒരു കാര്യമൊക്കെ ആദർശം മനസ്സിൽ ഓർക്കാനുണ്ട്. അപ്പോൾ അതമ്മേ ഞാൻ ഇങ്ങനെ ഷർട്ടൊക്കെ എടുത്തിട്ടുണ്ട്, അപ്പോൾ അത് എന്ത് ചെയ്യുമെന്ന് ചോദിക്കും. അത് വേറൊരു ദിവസം ഇടാന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ദേവേനിയെ ഷർട്ട് വളകാപ്പിന് ഇടാന്ന് പറഞ്ഞ സമയത്ത് തന്നെ ആദർശിൻ്റെ മുഖം മാറുന്നുണ്ട്. അപ്പം നിന്റെ മുഖം എന്താ മാറിയത്, നിനക്ക് ഇത് ഇടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ ഒരു റെഡ് കളർ ഷർട്ട് ആയിരിക്കും കേട്ടോ. അപ്പോൾ റെഡ് കളർ ഷർട്ട് വളകാപ്പിന് ഇടരുത് എന്ന് ആരോ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല, നമുക്ക് ഏത് ഷർട്ട് വേണമെങ്കിലും ഇടാം, നിനക്ക് നീ ഇപ്പോൾ പഴയ പോലെയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേവേനയാണെങ്കിലും പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനിത് ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയതാണ്, അപ്പോൾ നീ ഇത് തന്നെ ഇടണമെന്ന് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശം മനസ്സിൽ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ അമ്മയുടെക്കാളും പ്രാധാന്യം അവൾക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഇപ്പോൾ അവളും ആഗ്രഹിച്ച് വാങ്ങിയതല്ലേ എന്നൊക്കെ ഓർക്കുകയാണ് കേട്ടോ. പിന്നീട് എന്തായാലും അത് ഇടാന്ന് പറയും. ജലജയാണെങ്കിൽ നവ്യയുടെ റൂമിൽ കയറിയിട്ട് ഇങ്ങനെ ആ റിപ്പോർട്ട് എവിടെയെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ഫയലൊക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് നവ്യയാണെങ്കിൽ റൂമിലുണ്ടാവില്ല, കിച്ചണിലേക്ക് ഇങ്ങനെ വെള്ളം എന്തോ കുടിക്കാനായിട്ട് വന്നതായിരിക്കും. വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ നേരെ മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് നയന അവിടെ ഇങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ജലജയാണെങ്കിലും ആ റിപ്പോർട്ട് നോക്കിയിട്ടൊന്നും അവിടെ ഒന്നും കാണുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അത് കണ്ടുപിടിക്കണം എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ജലജ ആ റൂമിൽ നിൽക്കുകയും ചെയ്യുന്നത്. പിന്നീട് നവ്യ അങ്ങ് കയറിപ്പോകുന്ന സമയത്ത് അങ്ങനെ ചേച്ചി അവിടെ നിന്ന് ചേച്ചിയുടെ ബ്ലൗസ് കീറിയിട്ടുണ്ടല്ലോ എന്ന് പറയും. പുതിയ ബ്ലൗസായിരുന്നു, അതും കീറിയോ എന്ന് പറയും. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അമ്മയുടെ സാരിയും 2-3 ഇങ്ങനെ എലി കരണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അമ്മ പറയുന്നത് നിന്റെ അമ്മായിയമ്മയാണ് എന്നാണ്, ചേച്ചിയുടെ അമ്മായിയമ്മയാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. പിന്നീട് എന്തായാലും ഇന്ന് വളകാപ്പല്ലേ, ഞാൻ പോയി റെഡി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നവ്യ പോകാനായിട്ട് നിൽക്കുമ്പോൾ നയന ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് വളകാപ്പ്, എനിക്കത് കേൾക്കുമ്പോൾ ഇങ്ങനെ പ്രഷർ കൂടി കൂടി വരികയാണെന്ന് പറയും കേട്ടോ. എനിക്ക് സത്യം എല്ലാവരോടും തുറന്നു പറയണമെന്നുണ്ട്, പക്ഷേ ചേച്ചി ഇങ്ങനെ ആത്മഹത്യ ഭീഷണി മുഴക്കിക്കൊണ്ടാണ് പറയാത്തതെന്ന് പറയും. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് അത് വെറും ഭീഷണിയൊന്നുമല്ല, ഞാൻ ഇതുപോലെ പറഞ്ഞപ്പോഴാണ് നമ്മുടെ കുടുംബ ഡോക്ടറും എന്നോടൊപ്പം നിന്നത്, പിന്നെ നിനക്കെന്താ കൂടപ്പിറപ്പായ നിനക്കെന്താ എൻ്റെ കൂടെ നിന്നാലേ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഡോക്ടർക്ക് നിൽക്കാമെങ്കിൽ നിനക്ക് നിന്നൂടെ ആ ഡോക്ടർമാർ. അപ്പോൾ അതിനെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കള്ളം പറഞ്ഞ ശീലമില്ലാന്ന്. അപ്പോൾ ഡോക്ടർമാർക്കും കള്ളം പറഞ്ഞ ശീലമൊന്നുമില്ല, എന്നിട്ടും അവരെൻ്റെ കൂടെ നിന്നില്ലേ എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് നയനിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, ചേച്ചി എന്തിനാ എന്നിട്ട് ആ കൂടപ്പിറപ്പ് എന്നുള്ളൊരു സ്ഥാനം എനിക്ക് ചേച്ചി പലപ്പോഴും തരുന്നില്ലല്ലോ, അതൊക്കെ മറന്നിട്ടല്ലേ ഇങ്ങനെ ഓരോന്നും എന്നോട് സംസാരിക്കുന്നതെന്ന് പറയും. അപ്പം ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നൊക്കെ പറയാണ്. അപ്പം ഞാനിങ്ങനെ 10 കാശ് നിൻ്റെ കയ്യിൽ വന്നപ്പോൾ അന്ന് നിനക്ക് കുറച്ച് അഹങ്കാരമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് അഹങ്കാരമാണ് ചേച്ചി പറയുന്നത്, ഞാൻ ചേച്ചിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ പണം തന്നിട്ടില്ലേ പിന്നെ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പണ്ടത്തെ കണക്കും പറഞ്ഞു വന്നിരിക്കുന്നു അവൾ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നവ്യ.
അപ്പോൾ ആ സമയത്താണെങ്കിൽ ജലജ ഷെൽഫൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അലമാരയിൽ നിന്ന് ഡോക്ടറുടെ ആ റിപ്പോർട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അത് കിട്ടി, അത് തുറന്ന് നോക്കുമ്പോഴേക്കും അങ്ങനെ നവ്യ അവിടേക്ക് വരുന്നത് കാണാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഷെൽഫിലേക്ക് തന്നെ അങ്ങ് തിരിച്ചു വെക്കുകയാണ്. എന്നിട്ട് നവ്യാണെങ്കിൽ ജലജ റൂമിലുള്ളത് അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ പുറത്തേക്ക് അങ്ങ് പോകാൻ നിൽക്കുന്ന സമയത്ത് ജലജനോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്താ എവിടെയെന്ന്. അപ്പോൾ ജലജ പറയും, ഞാൻ അബിക്കൊരു ബ്രേസ്ലെറ്റ് കൊടുത്തിരുന്നു, അത് ഇവിടെ ഉണ്ടോ നോക്കാനായിട്ട് വന്നതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നാളെ വളക്കാപ്പിന് ഇടാനാണെന്ന് പറയും. അപ്പോൾ ആണുങ്ങളുടെ ബ്രേസ്ലെറ്റ് ആണോ അമ്മ ധരിക്കുന്നത് അങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനിപ്പോൾ എന്താ, രണ്ടുപേരും ഇട്ടാലും കുഴപ്പമില്ല എന്ന് തോന്നിയോണ്ടാണ് അവർക്ക് അവന് കൊടുത്തതെന്ന് പറയാം. അത് ഞാനൊന്ന് നോക്കട്ടെ പറഞ്ഞിട്ട് വീണ്ടും അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ബോക്സിൽ നിന്ന് അത് കിട്ടുകയും ചെയ്യും. ഇതാ ഞാൻ നോക്കിയതെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതെടുക്കുന്ന അബിനോട് ചോദിച്ചിട്ടുണ്ടോയെന്ന് പറയും. ഞാൻ എന്തിനാ അവനോട് ചോദിക്കുന്നത്, ഞാനല്ലേ ഇത് അവന് വാങ്ങിക്കൊടുത്തത്, നീ എന്തെങ്കിലും എടുക്കുമ്പോൾ അവനോട് ചോദിച്ചാൽ മതി, കാരണം നിൻ്റെ കയ്യിലുള്ള സ്വർണ്ണമെല്ലാം മുത്തശ്ശി തന്നതാണെന്ന് പറയും കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അപ്പോൾ ആ സമയത്ത് നിൻ്റെ വീട്ടുകാർക്ക് എങ്ങനെ നീ നിൻ്റെ അനിയത്തി ചെയ്ത പോലെ കൊണ്ടു കൊടുത്താലോ എന്ന് പറയുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ടായിരുന്നു, ഞാനങ്ങനെ സ്വർണം വെച്ചിട്ടൊരു കളിയും കളിക്കില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്രേസ്ലെറ്റ് നോക്കുന്ന സമയത്ത് നവ്യ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഇവർക്ക് മോഷണം ഉണ്ടോ എന്നൊക്കെ. എന്നിട്ട് അത് കിട്ടിയപ്പോൾ എന്തായാലും ജലജ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും ആ ഡോക്ടറുടെ റിപ്പോർട്ട് എങ്ങാനും അവർ കണ്ടിട്ടുണ്ടാവുക എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് എടുത്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് സ്ഥാനം മാറിയാണല്ലോ ഇരിക്കുന്നതെന്നൊക്കെ നവ്യ മനസ്സിൽ ഓർക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നീട് എന്തായാലും ഇനി ഇതിവിടെ ഇരിക്കാൻ പാടില്ല, ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് അങ്ങ് കീറി കളയാണ് കേട്ടോ. നവ്യ ഡോക്ടറുടെ റിപ്പോർട്ട് കീറി കളയുന്നത് ജലജ കണ്ടു എന്നാണ് തോന്നുന്നത്. ജലജയാണെങ്കിൽ ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.